ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സിൻസിയർ ഹോം വേൾഡ്, എടപ്പാൾ റോഡ്, ചങ്ങരംകുളം 7034201020. റേഹാൻ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, തിരൂർ. എംപയർ കോളേജ് ഓഫ് സയൻസ്, കുറ്റിപ്പുറം. ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, യുണൈറ്റഡ് കോംപ്ലക്സ്, മാറഞ്ചേരി. ഓൾസോ അറ്റ് ഏഷ്യൻ മാൾ, നടുവട്ടം, സിറ്റി സെന്റർ, കൂറ്റനാട്. കേരള വിഷൻ സിൻസിയർ ഹോം വേൾഡ് ഇസ്ലാമിക് ക്വിസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഹലോ, അസ്സലാം വലൈക്കും. കേരള വിഷൻ ഇസ്ലാമിക് ക്വിസിലേക്ക് സ്വാഗതം. ആരാണ്? ഹബീബ, ചേളാരി. ഓക്കെ, ചേളാരി എവിടെയാണ്? ചേളാരി ടൗണിന്ന് ഉള്ളോട്ട് കുറച്ച് പോയാൽ മതി. എന്റെ നാട് ചേളാരി, അതാ ചോദിച്ചത്. പിന്നെ ചേളാരി എവിടെയാണ്? ഞങ്ങള് പിന്നെ ആലിങ്ങല്, മേലെ ചേളാരി. അതല്ല, ഞങ്ങള് താഴെ ചേളാരി, അയ്യോത്തിന്റെ നേരെ ഓപ്പോസിറ്റ് റോഡ് ചുള്ളോട്ട് പറമ്പ് ഭാഗത്തേക്ക് അല്ലേ? ഓക്കെ ഓക്കെ. പരിപാടി കാണാറുണ്ടോ? കാണാറൊക്കെ ഉണ്ട്. ഞാൻ യൂട്യൂബില് കണ്ടു. കൊറേ നേരമായി വിളിക്കണു. രാവിലെ മുതലേ ട്രൈ ചെയ്യുന്നുണ്ട്. ഇന്ന് ഒരുപാട് പേര് ഈ കംപ്ലൈന്റ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം കുറെ പേര് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഒരു കോളറിനെ നമ്മളടുത്ത് കുറെ സമയം അപ്പൊ നമ്മള് സംസാരിക്കുമ്പോ തന്നെ കുറെ ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും പരിപാടി കാണുന്നതുകൊണ്ട് തന്നെ നമ്മൾ 3 ചോദ്യങ്ങളാണ് ചോദിക്കുക. അപ്പൊ 3 ചോദ്യത്തിൽ ആദ്യത്തെ ഒരു ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ട്, രണ്ടാമത്തേതിന് ക്ലൂ ഉണ്ട്, മൂന്നാമത്തേതിന് രണ്ടും ഉണ്ടാവില്ല. അതാണ് നമ്മളെ സമ്മാന ചോദ്യം. ഓക്കെ. അപ്പോ എന്തൊക്കെയാണ് വീട്ടിലെ വിശേഷങ്ങളൊക്കെ? കുട്ടികളൊക്കെ ഉണ്ടോ? പഠിക്കുകയാണോ? വീട്ടിലൊക്കെ സുഖാണ്. കുട്ടികൾ 2 മക്കളുണ്ട്. ഓക്കെ. പിന്നെ പഠിക്കുകയാണോ മക്കളൊക്കെ? പഠിക്കാണ്. ഒരാൾ 1ാം ക്ലാസ്സില്, ഒരാൾ 7ാം ക്ലാസ്. ഓക്കെ. ചേളാരി സ്കൂളിൽ തന്നെ അല്ലേ? ചേളാരി. അപ്പൊ എന്നാലേ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ആയിക്കോട്ടെ. ഓക്കെ. ഈസി ഉള്ളത് ചോദിക്കാട്ടോ. ആയിക്കോട്ടെ. ഇപ്പോ ചോദ്യം ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ കവി ആരാണ്? നബിയുടെ പ്രിയപ്പെട്ട കവി എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ഓപ്ഷൻസ് പറയാം. ചോദ്യം കേട്ടിട്ട് ടെൻഷൻ ആവണ്ട. നബിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കവി ആരാണ് എന്നുള്ളൊരു ചോദ്യം തന്നെയാണ്. ഓപ്ഷൻസ് ഇതാണ്: സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, ഹസ്സാസ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, ഹസ്സൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ഒന്നുകൂടെ പറയണോ? നബിയുടെ ഏറ്റവും പ്രിയപ്പെട്ട കവി എന്നറിയപ്പെടുന്നത് താഴെ പറയുന്നവരിൽ ആരാണ്? ഓപ്ഷൻ: സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, ഹസ്സൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു, ഹസ്സൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ഹസ്സൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ആണോ ഉത്തരം? ഉറപ്പാണോ? ആണോ, ഒന്ന് നോക്കാം. ഓക്കെ. അപ്പൊ ഞാൻ എന്തായാലും ഹസ്സൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു എന്നുള്ള ആൻസർ ഫിക്സ് ചെയ്യാണ്. ഉത്തരം ശരിയല്ല, തെറ്റാണ് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമാവോ? കുഴപ്പമില്ല, എന്നാലും ഞാൻ പറയാണ് ഉത്തരം ശരിയാണ്. ഓക്കെ. അപ്പൊ ആദ്യത്തെ ചോദ്യം ശരിയാക്കിയിരിക്കുകയാണ്. ഇനി 2 ചോദ്യം കൂടിയാണ് കേട്ടോ. അപ്പോ രണ്ടാമത്തെ ചോദ്യം ഇതാണ്: യൂനുസ് നബി അലൈഹിസ്സലാമിനെ ഏത് പ്രദേശത്തേക്കാണ് മതപ്രബോധനത്തിനായി അയക്കപ്പെട്ടത്? യൂനുസ് നബി അലൈഹിസ്സലാമിനെ നിയോഗിക്കപ്പെട്ട ജനത താമസിച്ചിരുന്ന സ്ഥലം ഏതാണ്? ക്ലൂ പറഞ്ഞു കഴിഞ്ഞാല് ഒരു 3 അക്ഷരമുള്ള ഒരു പട്ടണമാണ്. ആ പട്ടണത്തിലുള്ള ആളുകളെ ഒടുവിൽ നശിപ്പിച്ച് കളയാണ് ചെയ്തിട്ടുള്ളത്. കാറ്റും മഴയും ഒക്കെ ആയിട്ട്
നശിപ്പിച്ച് കളയാണ് ചെയ്തിട്ടുള്ളത്. അറിയാം അറിയാം, ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് എനിക്കറിയാം, ആഹാ ഇത് എനിക്ക് അറിയുന്നല്ലോ നമ്മൾ പറയും. ആ ഒരു ടൈപ്പ് ചോദ്യമാണിത്. നമ്മൾ പണ്ട് താരീഖിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ യമൻ, മദിയൻ എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു 3 അക്ഷരമുള്ള ഒരു പേരാണ് പട്ടണത്തിന്. എന്തോ ഒരു സമുദായക്കാരായിരുന്നു. ആ, വേറെ എന്തെങ്കിലും ഉണ്ടോ? യൂനുസ് നബിയുടെ കഥ അറിയാലോ? ആ ആ കിട്ടണില്ല. അറിയണത് തന്നെയാണ്. ഞാനിപ്പോ പറഞ്ഞ ഈ മദിയൻ, യമൻ എന്നൊക്കെ പറഞ്ഞ പോലെ 3 അക്ഷരമുള്ള ഒരു ചെറിയൊരു സ്ഥലമാണ്. ഒരു സമുദായം. വേറൊന്നും പോയില്ലേ? സമുദായത്തിന്റെ പേരല്ല, സ്ഥലത്തിന്റെ പേരാണ്. സ്ഥലോ? ആ, ഒരു പട്ടണം. അപ്പൊ നമ്മള് യമൻ പട്ടണം എന്നൊക്കെ പറയൂലേ, അതേപോലെ ഈ പട്ടണത്തിന്റെ പേരാണ്. ശ്യാമാണോ? ശ്യാം 2 അക്ഷരല്ലേ ഉള്ളൂ. ശ്യാം 1 അക്ഷരേ ഉള്ളൂ. ഞാൻ പറഞ്ഞതിന് 3 അക്ഷരമുണ്ട്. ക്ലൂ ഞാൻ തന്നത് 3 അക്ഷരമുള്ള പട്ടണമാണ്. മിസ്രല്ലോ? മിസ്രല്ല. മിസ്ര യൂസുഫ് നബിന്റെ നാട്. കിട്ടണില്ല. ഞാൻ പറയട്ടെ? ആയിക്കോട്ടെ. നീനവ. എങ്ങനെ? നീനവ. നിങ്ങൾ കഥയിലൊക്കെ വായിച്ചിട്ടുണ്ടാവും, നീനവ പട്ടണത്തിന്റെ മുകളിൽ. പിന്നെ അപ്പൊ അങ്ങനെ അതാ ഞാൻ പറഞ്ഞ, ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും പറയാ എനിക്ക് അറിയുന്നു, ഞാൻ അത് വായിച്ചിട്ടുണ്ട് എന്നൊക്കെ. അപ്പൊ ചില ചോദ്യങ്ങൾക്ക് അങ്ങനെയാണ്. ചിലപ്പോ നമുക്ക് അറ്റം വരെ നാവിന്റെ അറ്റത്ത് ഇരിക്കുന്നുണ്ട്, പക്ഷെ വരുന്നില്ല പറഞ്ഞ. അപ്പൊ എന്തായാലും കുഴപ്പമില്ല. ഇൻഷാല്ല ഇനിയും വിളിക്കണം. നമുക്ക് ഒരു പ്രാവശ്യം കിട്ടിയില്ലാന്ന് വെച്ചിട്ട് എന്ത് ചെയ്യണ്ട, നിർത്തണ്ട, ഇനിയും വിളിക്കാം. നമുക്ക് സമയം ഇന്ന് 5 മണി വരെ സമയമുണ്ട്, അതിനിടയ്ക്ക് വിളിക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ സമയം എത്ര മണി വരെയാണ് വിളിക്കേണ്ടത്, എപ്പോഴാ വിളിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ചാനലിലും യൂട്യൂബിലും അറിയിക്കുന്നതാണ് കേട്ടോ. 5 മണി വരെ അല്ലേ? അതെ, 5 മണി വരെയാണ് സമയം. അപ്പൊ ഇൻഷാല്ലാ വീണ്ടും വിളിക്കാം, സമ്മാനം വാങ്ങാം. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. കേരള വിഷൻ സിൻസിയർ ഹോം വേൾഡ് ഇസ്ലാമിക് ന്യൂസിലേക്ക് സ്വാഗതം. ആരാണ്? മുനീറ. എവിടെ നിന്നാണ് വിളിക്കുന്നത്? കാലടി. ഓക്കെ. എന്തൊക്കെയാണ് വീട്ടിലെ വിശേഷങ്ങളൊക്കെ? കുറെ സമയമായോ നമ്മളെ വിളിക്കുന്നു? അതെ, ഓരോ കോളുകൾ ഇടയിൽ കേറി വരുന്ന കാരണമാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ കിട്ടിയപ്പോ സന്തോഷായോ? ഓക്കെ. പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് 3 കുട്ടികള്. 3 കുട്ടികളും ഞാനും. ഓക്കെ, അപ്പൊ എന്നാ നമുക്ക് പരിപാടി കാണുന്ന ആളാണല്ലോ, നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോയാലോ? പോവാം. ആരെങ്കിലും ഉണ്ടോ ഹെൽപ്പ് ചെയ്യാന്? ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യം ചോദിക്കാം. ആദ്യത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഓപ്ഷൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ചോദ്യം ഇതാണ്: പുണ്യനഗരമായ മക്കയ്ക്ക് പറയപ്പെടുന്ന വേറൊരു പേരാണ് ഉമ്മുൽ ഖുറ. ഉമ്മുൽ ഖുറ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഞാൻ പറയണോ? ഓപ്ഷൻസ് ഇതാണ്. ഉമ്മുൽ ഖുറ എന്ന് പറഞ്ഞാൽ പുണ്യങ്ങളുടെ മാതാവ്, പട്ടണങ്ങളുടെ മാതാവ്, ഗ്രാമങ്ങളുടെ മാതാവ്. ഇതിലേതാണ് ഉമ്മുൽ ഖുറ എന്ന വാക്കിന്റെ അർത്ഥം? ഗ്രാമങ്ങളുടെ മാതാവ്. ആരാണ് ഹെൽപ്പ് ചെയ്യാനുള്ളത് അടുത്ത്? നാത്തൂനുണ്ട്. ആഹാ, അപ്പൊ സമ്മാനം ശരിക്കും നാത്തൂനാണ് കൊടുക്കേണ്ടത് അല്ലെ? ഉമ്മുൽ ഖുറ എന്ന വാക്കിന്റെ അർത്ഥം ഗ്രാമങ്ങളുടെ മാതാവ്. ശരി ഉത്തരാണ് കേട്ടോ. ആദ്യത്തെ ഉത്തരം ശരിയാക്കിയിരിക്കുകയാണ്. അപ്പൊ നാത്തൂന് ഒരു കൺഗ്രാറ്റ്സ്. ഇനി 2 ചോദ്യം കൂടെ ഉണ്ട്. അതും കൂടെ ശരിയാക്കി കഴിഞ്ഞാല് നമുക്ക് സിൻസിയർ ഹോം വേൾഡിന്റെ ഒരു അടിപൊളി സമ്മാനം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ചോദ്യം. ഈ രണ്ടാമത്തെ ചോദ്യത്തിന് നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവില്ല കേട്ടോ. ഒരു ചെറിയ ഒരു ക്ലൂ ഒക്കെ ഞാൻ പറഞ്ഞുതരും.
ഓക്കെ, ചോദ്യം ഇതാണ്: ഖുർആനിലെ ഏറ്റവും മഹത്തായ വചനങ്ങളുള്ളത് എന്ന് അറിയപ്പെടുന്നത് എന്താണ്? ഖുർആനിലെ ഏറ്റവും മഹത്തായ വചനങ്ങൾ ഉൾക്കൊള്ളുന്ന അധ്യായം എന്ന് പറയപ്പെടുന്നത് ഏതാണ്? ഖുർആനിലെ ഓരോ സൂറത്തുകൾക്കും ഓരോ വിശേഷണങ്ങൾ ഉണ്ടെന്ന് അറിയാലോ. ഖുർആന്റെ ഹൃദയം, ഖുർആന്റെ അടിസ്ഥാനം, അങ്ങനെയൊക്കെ നമ്മൾ പറയും. ആ കൂട്ടത്തില് ഖുർആനിലെ ഏറ്റവും മഹത്തായ വചനങ്ങൾ ഉൾക്കൊള്ളുന്നത് എന്ന വിശേഷണമുള്ളത് ഏതിനാണ്? ക്ലൂ പറഞ്ഞു കഴിഞ്ഞാല് അത്ര വലിയതൊന്നുമല്ല, നമ്മൾ സാധാരണ നിത്യജീവിതത്തിൽ എല്ലാ മുസ്ലിങ്ങളും ഉപയോഗിക്കുന്ന ഒരു അധ്യായമാണ്. ഖുർആനിലെ ഏറ്റവും മഹത്തായ വചനം എന്ന് പറയപ്പെടുന്നത് ഏതാണ്? നമ്മൾ സാധാരണ നമ്മുടെ ഡെയിലി ജീവിതത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ്. ഫാത്തിഹ. ഉറപ്പിക്കാമോ? നാത്തുവിന്റെ ഹെൽപ്പ് ഉണ്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്കാണോ? നാത്തുവിനോട് ഒന്നും കൂടെ ചോദിക്കണം, നന്നാവും. ഒന്ന് വേഗം ചോദിക്കും, സമയം കുറവാണേ. ഖുർആനിലെ ഏറ്റവും മഹത്തായ വചനങ്ങൾ ഉൾക്കൊള്ളുന്നത് ഏത്? സമയം. യാസീൻ. ആദ്യം പറഞ്ഞ ഫാത്തിഹ, എന്നാ പിന്നെ യാസീൻ. യാസീൻ ഫിക്സ് ചെയ്യാട്ടോ. ഓക്കെ, അപ്പോ യാസീൻ എന്നുള്ള ഉത്തരം തെറ്റിപ്പോയി. ശരിയായിട്ടുള്ള ഉത്തരം ഏതായിരിക്കും? ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏതായിരിക്കും? നമ്മൾ സാധാരണ, ഞാൻ പറഞ്ഞു, സാധാരണ നമ്മൾ സ്ഥിരമായിട്ട് ഓതുന്ന ഒരു സൂറത്തുകളിൽ പെട്ടതാണ്. ഏതാണ്? ആയത്തുൽ കുർസിയാണ് കേട്ടോ ശരിയായിട്ടുള്ള ഉത്തരം. നമുക്ക് അറിയണതാണോ? എനിക്ക് അറിയാമായിരുന്നു അല്ലേ? സാറില്ല. അപ്പൊ അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യാ? വിളിക്കുക, സമ്മാനം വാങ്ങുക കേട്ടോ. അപ്പൊ അടുത്ത പ്രാവശ്യം ഇനിയും വിളിക്കണം. നമുക്ക് സമയം നമ്മൾ ചാനലിൽ അറിയിക്കും. അപ്പൊ ആ സമയം നോക്കിയിട്ട് വിളിക്കാം. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. കേരള വിഷൻ സിൻസിയർ ഹോം വേൾഡ് ഇസ്ലാമിക് ക്വിസിലേക്ക് സ്വാഗതം. ആരാണ്? മിൻഹ എവിടെ നിന്നാണ്? വളാഞ്ചേരി. മിൻഹ മുന്നേ വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ട്. സമ്മാനം കിട്ടിയതാണോ? ഇല്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇപ്രാവശ്യം സമ്മാനം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, എന്നാ നമുക്ക് ആദ്യം തന്നെ ചോദ്യത്തിലേക്ക് പോയാലോ? മുന്നേ വിളിച്ച ആളായതുകൊണ്ട് കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. എന്താ? ക്ലിയർ ആയില്ല. ചെറിയ ക്വസ്റ്റ്യൻ ആണ് വേണ്ടത് എന്നല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം തന്നെ ആദ്യം തുടങ്ങാം. ചോദ്യം ഇതാണ്. വളരെ സിമ്പിൾ ആയിരിക്കും. ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്തുൽ ബക്കറയാണ്. എന്നാൽ രണ്ടാമത്തെ വലിയ ബക്കറ കഴിഞ്ഞാൽ പിന്നീട് വലിയ സൂറത്ത് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻസ് തരാം. ഓപ്ഷൻസ്: സൂറത്തുൽ അഷ്റാ, സൂറത്തുൽ യാസീൻ, സൂറത്തുൽ ആൽ ഇമ്രാൻ. ഉറപ്പാണോ? ഞാൻ ഒന്നുകൂടെ പറയാം. ഓപ്ഷൻസ് ഒന്നുകൂടെ പറയാം. സൂറത്തു ശുഅറാ, ആലു ഇമ്രാൻ, സൂറത്തുൽ യാസീൻ. ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്തുൽ ബക്കറയാണ്. എങ്കിൽ ഖുർആനിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സൂറത്ത് ഏതാണ്? ബക്കറ ഒന്നാമത്തേതാണ്. ബക്കറ കഴിഞ്ഞതിന് ശേഷം വലുപ്പമേറിയ ദൈർഘ്യമേറിയ സൂറത്ത് ഏതാണ്? സൂറത്തു ശുഅറാ, സൂറത്തു യാസീൻ, സൂറത്തു ആലു ഇമ്രാൻ.
ആലു ഇമ്രാനാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഫിക്സ് ചെയ്യട്ടെ? സൂറത്ത് ഷുഅറ. ഉറപ്പാണോ? ഓക്കെ, എങ്കിൽ സൂറത്ത് ഷുഅറ ഞാൻ ഫിക്സ് ചെയ്യാണ്. ഉത്തരം ശരിയാണ്. ഉത്തരം ശരിയാണ്. സൂറത്ത് ഷുഅറ ആണ് രണ്ടാമത്തെ ഏറ്റവും വലിയ സൂറത്ത്. അപ്പോ ഇനിയുള്ളത് ഇത് സിമ്പിൾ അല്ലേ? അടുത്തതും കൂടെ ഞാൻ സിമ്പിൾ ആക്കിയിട്ട് ആണോ? ഓക്കെ, ഞാൻ നോക്കട്ടെ. മാക്സിമം ഞാൻ ചെറിയ ചോദ്യം തന്നെ ചോദിക്കാം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം വളരെ സിമ്പിൾ ആണ്. ഇത് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ചോദ്യം ഇതാണ്: ആദം നബിയുടെ മക്കൾ തമ്മിൽ നടന്ന കലഹത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടപ്പോ ഏത് ജീവിയാണ് മറമാടുന്ന വിധം കാണിച്ചു കൊടുത്തത്? കാക്ക. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ആ ഉത്തരം ശരിയാണ്. ഇനി നമ്മുടെ മൂന്നാമത്തെ ചോദ്യമാണ്. ഓക്കെ, പിന്നെ പേരെന്തേന്നു? മോളെ പേരെന്തേന്നു? മിൻഹ. മിൻഹ പഠിക്കുന്നോ? ഏത് ക്ലാസ്സിലാ? 7. ആഹാ, അതാണ് കിട്ടാൻ പൂതിയായിട്ടാണല്ലേ സമ്മാനം. ഓക്കെ, അപ്പോ ഇത്രയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഞാൻ മുന്നേ ചോദിച്ചിട്ടുണ്ടോന്ന് എനിക്ക് ഉറപ്പില്ല. ഇത്രയും സിമ്പിൾ ആയിട്ട് ഞാൻ ആരുടെ ചോദിച്ചിട്ടില്ല. മിൻഹനോടുള്ള സ്നേഹം കൊണ്ടാണ് കേട്ടോ. ആണോ? അപ്പൊ ഇനി മൂന്നാമത്തെ ചോദ്യത്തിന് നമുക്ക് എന്തില്ല, ഓപ്ഷൻസും ക്ലൂവും ഒന്നും ഉണ്ടാവില്ല. അപ്പോ ചോദ്യം ഇതാണ്: സീനാ മരുഭൂമിയിൽ വെച്ച്, അഥവാ തുരിസീന മരുഭൂമിയിൽ വെച്ചിട്ട് അള്ളാഹു ഇസ്രായേലർക്ക് ഇറക്കി കൊടുത്തിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെ അറിയപ്പെടുന്നത് എന്തിന്റെ പേരിലാണ്? മൂസാനബിയുടെ ജനതയ്ക്ക് മരുഭൂമിയിലായിരുന്ന കാലത്ത് ഭക്ഷണം ലഭിക്കാതെ വന്നപ്പോ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ അദ്ദേഹം അള്ളാഹുവിന്റെ സഹായത്തോടു കൂടിയിട്ട് മരുഭൂമിയിലേക്ക് ഭക്ഷണം ഇറക്കപ്പെടുകയുണ്ടായി. ആ ഭക്ഷണങ്ങളെ അറിയപ്പെടുന്നത് എന്തിന്റെ പേരിലാണ്? ആ ഭക്ഷണങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? മന്ന സൽവ. ഉറപ്പാണോ? ഉറപ്പാണോ ചോദിച്ചാ ഉറപ്പിക്ക, അങ്ങനെയാണോ? സമ്മാനൊന്നും വേണ്ട, ഉറപ്പില്ല? അപ്പൊ ഒന്ന് ഉറപ്പിക്ക്. മന്നയും സൽവയും ഉറപ്പാണോ? ഉറപ്പ് പറഞ്ഞാലേ ഞാൻ ഫിക്സ് ചെയ്യുള്ളൂ. ആരോടാണ് ഹെൽപ്പ് ചോദിക്കണം? മനോടാണോ? ഒന്ന് ജസ്റ്റ് ചോദിച്ചു നോക്കൂ. മൂസാനബിയുടെ ജനതയ്ക്ക് അള്ളാഹു ഇറക്കി കൊടുത്തിട്ടുള്ള പ്രത്യേക ഭക്ഷണം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. മന്ന സൽവ. ഞാൻ ഫിക്സ് ചെയ്യാണ്. ഓക്കെ, അപ്പോ പറഞ്ഞിരിക്കുന്ന ഉത്തരം, മൂന്നാമത്തെ ഉത്തരം എന്തായി പോയി? മൂന്നാമത്തെ ഉത്തരം ശരിയായി പോയി. ശരിയാണ്. ഓക്കെ, അപ്പൊ മിന്നയുടെ ആ എന്താ പറയാ, എത്രാമത്തെ തവണ ഞങ്ങളെ വിളിക്കണേ? കൊറേ പ്രാവശ്യം വിളിച്ചിട്ടില്ലേ? ഓക്കെ, അപ്പൊ മിന്നയ്ക്ക് എന്തായാലും പിന്നെ ആഗ്രഹിച്ച പോലെ സന്തോഷായോ? അപ്പൊ ആരോടാ ശരിക്കും താങ്ക് യു പറയേണ്ടത്? ആരോടാ താങ്ക് യു പറയേണ്ടത് ശരിക്കും? അതെന്നാ പറഞ്ഞോളൂ. അതെ, അത് ഓർമ്മ ഉണ്ടല്ലോ, അത് മതി. അപ്പൊ എന്തായാലും ഇന്ന് നമുക്ക് വിളിച്ച കൂട്ടത്തില് ചെറിയ മോള് മിൻഹയാണ്. അപ്പൊ അതുകൊണ്ടാണ് മിൻഹന്റെ ആ ഒരു കൺസിഡറേഷൻ നമ്മൾ തന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ പഠിച്ചൊക്കെ സെറ്റ് ആയിട്ട് വരണം. എന്നും നമ്മൾ ചെറിയ ചോദ്യങ്ങൾ മാത്രമല്ല പ്രതീക്ഷിക്കേണ്ടത്, ലൈഫിൽ കുറച്ചും കൂടെ കൂടുതൽ അറിവൊക്കെ നേടണം. ഓക്കെ, ഹാപ്പി അല്ലേ? നല്ല ഹാപ്പി. അപ്പൊ മിൻഹന്റെ അടുത്തേക്ക് നാട് എവിടെയായിരുന്നു പറഞ്ഞത്? വളാഞ്ചേരി. ഓക്കെ,
അപ്പൊ മിൻഹയ്ക്കാണ് ഇന്ന് നമ്മുടെ സമ്മാനം കിട്ടിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇനിയും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പോ വീണ്ടും ഇനി എന്നാ വിളിക്കേണ്ട വെച്ചാല് നമ്മള് സമയം സ്ക്രോള് പോവും താഴെ, ചാനലിൽ സമയം അറിയിക്കും 5 മണി വരെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ സമയത്ത് വിളിക്കാം. പിന്നെ യൂട്യൂബിൽ നമ്മൾ കമന്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അപ്പൊ അതിലേക്കും വിളിക്കാം കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. കേരള വിഷൻ ഇസ്ലാമിക് ഇസ്ലേക്ക് സ്വാഗതം. ആരാണ്? ഫസീല. എവിടുന്നാണ്? മാറഞ്ചേരി. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നോമ്പൊക്കെ ആയിട്ട് ക്ഷീണാണോ? അങ്ങനെ പോണുണ്ടല്ലേ. പിന്നെ പരിപാടി കാണുന്ന ആളാണോ? കാണാറുണ്ട്. ആരാണ് അടുത്തുള്ളത്? കുട്ടികളൊക്കെ ഉണ്ടോ? 3 മക്കളാണ്. 3 മക്കളാണ്. മൂത്ത 2 പേര് സ്കൂളിലാണ്, വന്നിട്ടില്ല. ഓക്കെ. ചെറിയ ആളാണോ അടുത്തുള്ളത്? ചെറിയ ആള് 1.5 വയസ്സായി. അതാണ് ചെറിയൊരു കുഞ്ഞി സൗണ്ട് ഒക്കെ കേൾക്കണത് അടുത്തുനിന്ന്. പിന്നെ എല്ലാം ഉഷാറായിട്ട് പോണില്ലേ? നോമ്പിന്റെ പരിപാടികളൊക്കെ തുടങ്ങിയോ? ഉഷാറായിട്ട് പോണു അല്ലെ. അപ്പോ പരിപാടി കാണുന്ന ആളായതുകൊണ്ട് തന്നെ അറിയായിരിക്കല്ലോ. നമ്മൾ 3 ചോദ്യമാണ് ചോദിക്കുക. ഓരോ ചോദ്യത്തിന് ആദ്യത്തേതിന് ഓപ്ഷൻ ഉണ്ടാവും, രണ്ടാമത്തേന് ക്ലൂ ആയിരിക്കും, മൂന്നാമത്തേതിന് ഓപ്ഷനും ക്ലൂ ഒന്നും ഉണ്ടാവില്ല. അതാണ് നമ്മള് സമ്മാന ചോദ്യം. ഓക്കെ. പേരെന്തായിരുന്നു? ഫസീല. സ്ഥലം കാലടിയോ? മാറഞ്ചേരി. ഓക്കെ. അപ്പൊ എന്നാല് നമുക്ക് തുടങ്ങിയാലോ? ചോദ്യത്തിലേക്ക് പോവാം. സുലൈമാൻ നബിയെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യമാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പക്ഷികളുടെ കൂട്ടത്തിൽ മരംകുത്തിയായിട്ടുള്ള ഒരു പക്ഷി ഉണ്ടായിരുന്നു. അതിന്റെ പേരെന്താണ്? ഓപ്ഷൻസ് വേണോ? ഹാറൂത്ത്, ഹുദ്ഹുദ്, കിബ്തി. കിബ്തിയാണോ? ഉറപ്പാണോ? ഓക്കെ. അപ്പോ ഇത് പറഞ്ഞിട്ടുള്ള കിബ്തി എന്നുള്ള ആ മരംകുത്തിയുടെ പേര് ഞാൻ ഫിക്സ് ചെയ്യാണ്. ആ ഉത്തരം തെറ്റാണ്. ശരിയായിട്ടുള്ള ഉത്തരം ഹുദ്ഹുദാണ്. ഇപ്പോ ഈ ഹുദ്ഹുദാണ് പിന്നെ ബൽക്കീസ് രാജ്ഞിയെ കുറിച്ചുള്ള വിവരങ്ങൾ സുലൈമാൻ നബിക്ക് അറിയിച്ചു കൊടുക്കുന്നത്. അങ്ങനെയാണ് അതിന്റെ പേര് പരാമർശിക്കപ്പെടുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കണം. അടുത്ത പ്രാവശ്യം എന്തായാലും സമ്മാനം വാങ്ങണം. ഓക്കെ. അപ്പൊ കുട്ടികളൊക്കെ അന്വേഷിച്ചായിട്ട് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് വീണ്ടും വിളിക്കുക. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. കേരള വിഷൻ ഇസ്ലാമിക് ഇസ്ലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഫൈഹ. ചെറിയ മോളാണോ? എത്ര പഠിക്കുന്ന കുട്ടിയാണോ? 3-ലാണോ? ഫൈഹ, കൊറേ നേരമായോ ഞങ്ങളെ വിളിക്കണേ? കൊറേ നേരമായില്ലേ. വേറെ കോളുകൾ ഇങ്ങനെ വരുന്ന കാരണമാണ് കേട്ടോ. ഫൈഹന്റെ കൂടെ ആരാ ഉള്ളത്? ഉമ്മ ഉണ്ടോ? ഉമ്മ ഉണ്ട് അല്ലേ. മുന്നേ വിളിച്ചിട്ടുണ്ടോ? മുന്നേ പരിപാടിയിലേക്ക് വിളിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ട് വിളിക്കാണോ? അപ്പം ഉത്തരൊക്കെ പറയാൻ പറ്റുമോ? അഥവാ വേണമെങ്കിൽ എന്ത് ചെയ്യാ, ഉമ്മാനോടൊക്കെ സഹായം ചോദിക്കാട്ടോ. അപ്പൊ എന്നാലേ ഏത് സ്കൂളിലാ മോള് പഠിക്കണത്? എടവണ്ണൂര്. ഓക്കെ. അപ്പൊ എന്നാലേ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ? ചോദ്യം ഇതാണ്. ചെറിയ ചോദ്യാട്ടോ. അത് സഹായം വേണമെങ്കിൽ ഉമ്മാനോടൊക്കെ ചോദിക്കാം. ചോദ്യം ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്ത അവസാനത്തെ യുദ്ധം ഏതാണ്? ഞാൻ ഓപ്ഷന് പറഞ്ഞുതരാം. യമാമ, തബൂക്ക്, ഖന്തക്ക്. ഇതിലേത് യുദ്ധത്തിലാണ് റസൂല് അവസാനായിട്ട് പങ്കെടുത്തിട്ടുള്ളത്? യമാമ, ഖന്തക്ക്, തബൂക്ക്.
മോനോട് ചോദിക്കട്ടാ? ഓ വേഗം ചോദിക്കണം കേട്ടോ, സമയം കുറവാണേ. തബൂക്ക്. തബൂക്ക്. ഉമ്മ അങ്ങനെയാണോ പറഞ്ഞത്? ആ. ഓക്കെ. ശരിയല്ലെങ്കിലോ? ഉമ്മ പറഞ്ഞ ഉത്തരം തെറ്റാവോ? ഉമ്മ പറഞ്ഞ നോക്കാല്ലേ. ഓക്കെ, അപ്പൊ ഉമ്മ പറഞ്ഞ ഉത്തരം ശരിയാണ് കേട്ടോ. ഉത്തരം ശരിയാണ്. തബൂക്കാണ് റസൂൽ അവസാനമായിട്ട് പങ്കെടുത്തിട്ടുള്ള യുദ്ധം. അപ്പോൾ ഉമ്മ പറഞ്ഞു തന്നിട്ടുള്ള ആദ്യത്തെ ഉത്തരം ശരിയായിരിക്കുകയാണ്. ഇനി ഈ 2 ചോദ്യം കൂടെ ഉണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിന് ഇതേമാതിരി ഞാൻ ഓപ്ഷൻ തരില്ല കേട്ടോ, ക്ലൂ മാത്രമേ ഉണ്ടാവുള്ളൂ. ചെറുത് മതിയോ? ചെറുത് മതിയോ? ഓക്കെ, എന്നാ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കാം. പ്രവാചകൻ മസ്ജിദുൽ ഹറം നിന്ന് മസ്ജിദുൽ അക്സ വരെ ഒരു യാത്ര പോയി രാത്രി. നമ്മളെ നബി ഉണ്ടല്ലോ റസൂല്, റസൂല് ഒരു യാത്ര പോയിട്ടുണ്ട് രാത്രി. ഈ യാത്ര വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് നമ്മൾ മസ്ജിദുൽ ഹറമിൽ നിന്ന് അദ്ദേഹം മസ്ജിദുൽ അക്സ വരെ രാത്രി പോയിട്ടുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ കൂടെ. ഈ യാത്രയ്ക്ക് പറയുന്ന പേരെന്താണ്? ഇസ്രാ എന്നാണോ? ആണല്ലോ അല്ലേ? ഇതൊറ്റയ്ക്ക് പറഞ്ഞാണല്ലോ, ഉമ്മ ഹെൽപ്പ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ചെറിയ ചോദ്യല്ലേ? സിമ്പിൾ ചോദ്യല്ലേ? അപ്പൊ സിമ്പിൾ ചോദ്യല്ലേ? അപ്പോ ഉത്തരം ശരിയാണ്. ഇസ്രാ എന്നാണ് അതിന്റെ അർത്ഥം. ഈ ഇസ്രാ പറഞ്ഞ വാക്കിന്റെ അർത്ഥം തന്നെ രാത്രിയുള്ള യാത്ര, രാപ്രയാണം എന്നൊക്കെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ മോള് ആ ഉത്തരം ശരിയാക്കിയിരിക്കുകയാണ്. ഇനി ഒരു ചോദ്യം കൂടെ ഉണ്ട്. ആ ചോദ്യത്തിനും കൂടെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ സമ്മാനം ഉണ്ടാവും കേട്ടോ. അള്ളാഹുവിൻ്റെ മാസം, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട മാസം എന്നറിയപ്പെടുന്നത് ഏതാണ്? അള്ളാഹുവിൻ്റെ മാസം എന്നറിയപ്പെടുന്നത് ഏത് മാസമാണ്? അമ്മനോട് വേഗം ചോദിക്ക്. ഇത് സിമ്പിൾ ആട്ടോ, ഇത് മോൾക്ക് അറിയാവേണ്ടതാണ്. പെട്ടെന്ന് വേണേ. അള്ളാഹുവിന്റെ മാസം എന്നറിയപ്പെടുന്ന മാസം ഏതാണ്? മുഹറം. മുഹറം ഉറപ്പാണോ? ആരാണ് ഹെൽപ്പ് ചെയ്തത്? ഉമ്മയാണോ അല്ലെങ്കിൽ മോള് തന്നെ ഒറ്റയ്ക്ക് പറഞ്ഞാണോ? ഉമ്മയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഉത്തരം ശരിയാണ്, മുഹറം. താങ്ക് യു. എന്ത് രസാണ് താങ്ക് യു കേൾക്കാൻ. അപ്പൊ എന്തായാലും മോൾക്ക് സമ്മാനം ഉണ്ട്. ഞങ്ങക്ക് ഇത്ര ചെറിയൊരാള് വിളിച്ചിട്ടുള്ളത് 4ാം ക്ലാസ് പഠിക്കുന്ന ഒരാളാണ് ലാസ്റ്റ് വിളിച്ചത്. മോള് 3-ലെത്തിയിട്ടുള്ളൂ അല്ലേ? അപ്പോ ഇതുവരെ വിളിച്ചതിൽ ഇപ്പൊ ഏറ്റവും ചെറിയ ആള് മോളാണ്. മോളെ പേരെന്തേന്നു? ഫൈഹ. അപ്പോൾ ഫൈഹ കുട്ടിക്ക് സമ്മാനം ഉണ്ട്. അപ്പോൾ എന്തായാലും ഇനിയും വിളിക്കണം കേട്ടോ, ഇനിയും വിളിക്കണം. ഇനി സിമ്പിൾ ചോദ്യം ആക്കരുത്, വലിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പോഴത്തേക്ക് പഠിച്ച് റെഡി ആയിട്ടിരിക്കുക. ഓക്കെ ഓക്കെ. അപ്പം ഇൻഷാ അല്ലാ അമ്മാനോടൊക്കെ വലൈക്കും അസ്സലാം, അമ്മാനോടും താങ്ക്സ് പറയാം കേട്ടോ. അസ്സലാമു അലൈക്കും. കേരള വിഷൻ സിൻസിയർ ഹോം വേൾഡ് ഇസ്ലാമിക് ക്വിസിന്റെ എപ്പിസോഡ് ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഇന്ന് വളരെ ചെറിയൊരു മോളും പിന്നെ വേറൊരു വിജയമാണ് നമുക്കുള്ളത്. അപ്പോൾ 2 വിജയികളാണ് ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ തുടർന്നും ഇതേപോലെ നമ്മളെ വിളിക്കുക, അറിവുകൾ കരസ്ഥമാക്കുക, സമ്മാനങ്ങൾ നേടുക. പരിപാടികൾ തീർച്ചയായിട്ടും മുടങ്ങാതെ കാണാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക. പുതിയൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.